പട്ടാമ്പിയിൽ ജപ്തി നടപടി നേരിട്ട യുവതിയുടെ ആത്മഹത്യാശ്രമം. പട്ടാമ്പി കീഴായൂർ സ്വദേശി ജയയാണ് ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയത്. ഷൊർണൂരിലെ സഹകരണ ബാങ്കിൽ നിന്ന് ഉദ്യോഗസ്ഥർ ജപ്തിക്കായി വീട്ടിലെത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിൽ ആത്മഹത്യാശ്രമം ഉണ്ടായത്. ഇക്ബാൽ അറക്കലുണ്ട് വിശദാംശങ്ങളുമായി. ഇക്ബാൽ, എന്താണ് സംഭവിച്ചത്? ഇവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? വിനീത, അല്പസമയം മുമ്പാണ് പട്ടാമ്പി കീഴായൂർ സ്വദേശിയായിട്ടുള്ള ജയ ഇത്തരത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇവർ ഷൊർണൂരിലെ ഒരു സഹകരണ ബാങ്കിൽ നിന്നും 2015 2 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. പക്ഷേ ഈ വായ്പ തിരിച്ചടവ് മുടങ്ങുകയും ഇപ്പോൾ നിലവിൽ 4 ലക്ഷം രൂപയിലധികം ഇവർ ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കാനുണ്ട്. ഇതിനെ തുടർന്ന് തന്നെ ഈ വീട് ജപ്തി ചെയ്യാൻ വേണ്ടിയാണ് ഷൊർണൂരിലെ ഈ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റുള്ള ഉദ്യോഗസ്ഥരും ഇവരുടെ വീട്ടിലേക്ക് എത്തിയത്. കീഴായൂരിലെ ഈ വീട്ടിലേക്ക് എത്തി ജപ്തി നടപടികൾ ആരംഭിക്കുന്ന ഇടയിൽ ജയ വീടിനകത്ത് വെച്ച് മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഇവരുടെ ബന്ധുക്കളും അതുപോലെ തന്നെ അയൽവാസികളും ചേർന്ന് ഇവരെ രക്ഷപ്പെടുത്തി നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 80% ശരീരത്തിൽ പൊള്ളലേറ്റ ജയയെ ആദ്യം പട്ടാമ്പിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കാണ് എത്തിച്ചത്. പിന്നീട് ഇവർക്ക് വിദഗ്ധ ചികിത്സ ആവശ്യമാണെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ജയയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇന്ന് അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ ഇവരുടെ വീട് ജപ്തി ചെയ്യാൻ വേണ്ടി ഷൊർണൂരിലെ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥരെത്തിയത്. ഈ സമയത്തായിരുന്നു ജയ വീടിനകത്ത് വെച്ച മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. വിനീത, ശരി, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകി.